വിഷ്ണു, CJP അതുപോലെ മറ്റ് വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ തന്നെയും രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് വളരെ ചുരുക്കം അഭിനേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യൻ സെലിബ്രിറ്റീസ് ഒക്കെ ഇതിനോട് പ്രതികരിക്കുന്നൊരു നിലയുണ്ടായി. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ടൊവിനോ തോമസ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പ്രതികരണം രേഖപ്പെടുത്തുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം രേഖപ്പെടുത്തിയ പ്രതികരണത്തിന് മറുപടി എന്ന വണ്ണം യൂട്യൂബറും അതുപോലെ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ FBയിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. ശ്രദ്ധിച്ചിരുന്നു? കണ്ടിരുന്നു. ആ കുറിപ്പിനകത്ത് ടൊവിനോയെ ടിനോവ എന്ന് ആണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ആ കുറിപ്പില് CJP നടത്തിയ പ്രതിഷേധത്തെ അവർ കലാപകാരികളാക്കുന്ന രീതിയിലേക്കാണ് ശ്രീജിത്ത് പണിക്കർ ചർച്ച ചെയ്തിരിക്കുന്നത്. ആ വിഷയത്തിൽ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനോട് നമുക്ക് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ സാധിക്കും? ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം എങ്ങനെയാണെന്നുള്ള കാര്യം. അദ്ദേഹം ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നതും നമ്മളിവിടെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ അദ്ദേഹം കാണുന്നത് അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നത് വിദ്യാർത്ഥികളെ അങ്ങോട്ട് ആക്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ പോലീസുകാരെ അല്ലെങ്കിൽ ആ സൈനിക ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് മാത്രമേ ഇദ്ദേഹം കാണാൻ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് അവിടെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. അവിടെ വലിയ പ്രശ്നം പോലീസുകാരാണ് ഇവരിലേക്ക് അലച്ചു കയറി വരുന്നതും ഇവർക്കിടയിൽ രോഷമുണ്ടാക്കുന്നതെല്ലാം പോലീസുകാർ തന്നെയാണ് ഇവർക്കിടയിലേക്ക് രോഷമുണ്ടാക്കാൻ വരുന്നതും ഇവിടെ അക്രമം ഉണ്ടാക്കുന്നതെല്ലാം. പക്ഷെ ഇത് ഇദ്ദേഹം കാണുന്നില്ല. അപ്പോൾ നിലപാട് പറയുന്നവനെ കളിയാക്കുന്നൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ പോസ്റ്റ് കുറച്ചു മുമ്പ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ടൊവിനോയെ ടിനോവ എന്നാണ് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അത് ടൊവിനോ എന്നൊരു നടൻ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു എന്നതിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ്, അല്ലേ? അതെ, അതില് ടൊവിനോ പോലെയുള്ള, ഞാൻ പറഞ്ഞില്ലേ, വളരെ ചുരുക്കം ഇന്ത്യൻ സെലിബ്രിറ്റീസ് ആണ് ഇതിനെ പ്രതികരിക്കുന്നൊരു നിലയുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വളരെ സമാധാനപൂർണമായിട്ടുള്ള ആക്രമണത്തെ വിദ്യാർത്ഥികളും യുവാക്കളും ഒന്നടങ്കം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് ഒന്നിച്ചു ചേർന്നു എന്ന് പറയാം. അതിലിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത് പോലീസിന്റെ നരനായാട്ട് എന്നാണ്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയും വീക്ഷിക്കുമ്പോൾ പോലീസ് വളരെ മോശമായി ചെറിയ കുട്ടികളെ അടക്കം അടിച്ചമർത്തുന്ന ഒരു കാര്യം കാണാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു. നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെയാണ് ഇത് തെറ്റായ രീതിയിലേക്ക് ശ്രീജിത്ത് പണിക്കർ വ്യാഖ്യാനിക്കുന്നതായിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തീർത്തും സമാധാനപരമായിട്ടുള്ള ആക്രമണത്തെ എങ്ങനെയാണ് പോലീസ് അടിച്ചമർത്തിയതെന്നൊക്കെ കഴിഞ്ഞ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. എന്നിട്ട് പോലും ഇതൊന്നും പോലീസ് അല്ല ചെയ്തത്, ഇത് CJP പ്രവർത്തകർ അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്തവർ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞു. കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അവരെന്ത് കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരെഴുതിയ എക്സാമിന് വേണ്ടി, അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ സമയം, അവരുടെ എഫേർട്ട്, ഇതിനൊക്കെ വേണ്ടിയാണ് അവരോട് ആ തെരുവിലിറങ്ങിയിട്ടുള്ളത്. ഒരു രാജ്യത്ത് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, ഇത്രയും ഒരു ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയമല്ലേ അത്? വിദ്യാർത്ഥികള് തെരുവിലിറങ്ങുമ്പോൾ ആ ഭരണകൂടം അവരെ നോക്കിക്കാണുന്നില്ല, അവരെ കേൾക്കാൻ അനുവദിക്കുന്നില്ല. അത്തരമൊരു സിറ്റുവേഷനിലാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 20-22 ദിവസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിനകത്ത് സംസാരിക്കാൻ വരെ തയ്യാറായിട്ടുള്ളത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്ന ശീലം അദ്ദേഹത്തിന് പണ്ടേയില്ല. പക്ഷെ NDA യോഗത്തിൽ ഉൾപ്പെടെ ഒരു സംസാരം, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തുകയുണ്ടായി. എന്നിട്ട് പോലും ഇപ്പോൾ പല സെലിബ്രിറ്റീസും വൈകി പ്രതികരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ടൊവിനോയുടെ പ്രതികരണം രേഖപ്പെടുത്തി. അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതിനെ പോലും അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പൊ പാർലമെന്റ് സമ്മേളനം ഇപ്പൊ വരുന്നുണ്ട് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ. അപ്പോ പ്രധാനമന്ത്രി തന്നെ നിലപാട് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, അത് വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ വിരലിലുണ്ടാവുന്ന ആളുകളെ മലയാളത്തിൽ നിന്ന് നിലപാട് അറിയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കിയെല്ലാം ഈ നടന്മാരുൾപ്പെടെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ. ഈ അടുത്ത് വിസ്മയ മോഹൻലാലിന് നേരെ സൈബർ അറ്റാക്ക് വലിയ രീതിയിൽ നടക്കുന്നൊരു സമയം ഉണ്ടായി. മോഹൻലാൽ പ്രതികരിച്ചില്ല, പക്ഷെ മോഹൻലാലിന്റെ മകൾ പ്രതികരിച്ചു. ഒരു പോസ്റ്റ് റീഷെയർ ചെയ്യുന്ന, സ്റ്റോറിയിലൂടെ റീഷെയർ ചെയ്യുന്ന ഒരു നിലയുണ്ടായി. ആ പ്രതികരിച്ചതിന് പോലും വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാവുന്നു. ഇത് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്
ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ എന്നായിരിക്കും നമ്മുടെ ഇന്ത്യൻ അതെ, അത് അല്ലെ തന്റെ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുന്നു, എന്റെ ഇതാണ് ഇവിടെ ഒരു ഭയം നിലനിൽക്കുന്നത്. ടൊവിനോയ്ക്ക് അതില്ല. ടൊവിനോ എല്ലാ കാലങ്ങളിലും വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഏതൊരു സാഹചര്യത്തിലും ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പ്രളയത്തിനായാലും പോലും എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി തിരിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതാണ്. അത് ഒരു നടൻ എന്ന നിലയിൽ അതെ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ അത്തരമൊരു നിലപാട്, ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മളൊരു നിലപാട് പറയുമ്പോൾ അവിടെ അവനെ വർഗീയവാദിയാക്കാനും അവനെ ഫാസിസ്റ്റ് ആക്കാനും ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ കീഴിൽ വസിക്കുന്ന കുറെ ജനങ്ങളാണുള്ളത്. അതൊരു കൃത്യമായ ഒരു അജണ്ടയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന എത്രത്തോളം വാസ്തവമാണ്, സത്യമാണ് എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. പക്ഷെ ഫോട്ടോ ഉൾപ്പെടെ അത് വച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നൊരു നിലയുണ്ടായി. അതുപോലെ അതിൽ വരുന്ന കമന്റ്സ് വായിച്ചാലും ഈ ടൊവിനോയെ കുറ്റപ്പെടുത്തുന്നു, പ്രതികരിച്ച് അവിടെ എത്തിയ ജന്തർ മന്ദറിൽ എത്തിയ നമ്മുടെ രഞ്ജിനി ഹരിദാസിനെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ നട്ടലുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹം കേരള സമൂഹം. ആരും ഒന്നും മിണ്ടാൻ പാടില്ല. ഗവൺമെന്റിനെതിരെ ഇവിടെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല. മിണ്ടി അവനെയൊക്കെ വർഗീയവാദിയാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവനെയൊക്കെ തീവ്രവാദിയാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയാൽ നിങ്ങളെ തീവ്രവാദിയാക്കും. അതാണ് ഇവിടെ എന്ത് ചോദ്യം ചെയ്താലും അടിച്ചമർത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ. അതിന് നമുക്ക് ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പറ്റില്ല. അത് കൃത്യമായ ചോദ്യം ചെയ്യൽ തന്നെ വേണം. അതിന് ഒരു മറുപടിയും ഇല്ല. അത് ടൊവിനോയും ചോദിക്കും, ഇവിടെ എല്ലാവരും ചോദിക്കും, ഓരോ സാധാരണക്കാരനും എല്ലാവരും ചോദിച്ചിരിക്കും. അതിന് ഒരു സംശയമില്ല. അങ്ങനെ പോസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ നോക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ 3 Idiots സിനിമ സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ പോലും പ്രതികരിക്കുന്നൊരു നിലയുണ്ടായില്ല. അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പ്രതികരിക്കുന്നവന് അവിടെ നിലനിൽപ്പില്ല. അദ്ദേഹം വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാന്ന് പറയുന്നുണ്ട് ഈ സംഭവത്തെ വെച്ചിട്ട്. ഒരു സിനിമ എടുക്കാന്നൊക്കെയാണ്, അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു സാധനം വരുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ അദ്ദേഹം ചെയ്യും. അല്ലാതെ നമുക്കിങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു പുതിയ കാലം. ഇങ്ങനെ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു പ്രധാന കോട്ടുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ അമേരിക്കയില് ഇപ്പൊ ഇറാനിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ മലയാളിക്ക് അടുക്കള പുകയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, ഉറപ്പായിട്ടും ഇടപെടും. ഇത്തരം ഒരു സാഹചര്യത്തില് ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഓരോ സംഭവങ്ങൾ ഇപ്പൊ അവര് മാത്രം ചെയ്യുന്ന, ഇത് എനിക്ക് കുറച്ചുകൂടെ തോന്നിയിട്ടുള്ള കാര്യം ദേശീയ മാധ്യമങ്ങളുടെ സൃഷ്ടിയും കൂടെയാണ്. അവര് കൂടുതലും പകർത്താൻ ശ്രമിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ അങ്ങോട്ട് ഇരച്ചു കയറുന്നതും അവരെ ആക്രമിക്കുന്നതും പോലീസുകാരെ ആക്രമിക്കുന്നതും ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളാണ് ആയിട്ട് പോകുന്നു. അതെ. അല്ലാതെ അവര് ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു ദേശീയ മാധ്യമം ഒരു മാധ്യമം പോലും പ്രധാനമായിട്ടും ഈ വിഷയത്തെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അതാണ് അത് വല്ലാത്തൊരു. ഇന്നിപ്പോ നമ്മളുടെ MP വീരേന്ദ്രകുമാറിന്റെ ഒരു ജന്മദിനം കൂടെയാണ് അവരുടെ. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മാധ്യമങ്ങൾ നട്ടലില്ലാതെ പോരുത്. ഏതൊരു കാര്യത്തെയും അനീതിക്കെതിരെ പോരാടാൻ മാധ്യമങ്ങൾക്ക്, പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നീങ്ങാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം കൂടെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു കാര്യം ചോദിച്ചിട്ടില്ലെങ്കിൽ, ഇത് വീണ്ടും അത് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതല്ലേ. അതെ, എന്ത് തന്നെ ആയാലും നമ്മുടെ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഭയക്കുന്ന വിഷയത്തിലാണ് ടൊവിനോ തോമസ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് തെറ്റായി പോയി എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താനായി. ഉറപ്പായിട്ടും